ഇവിടെ നാത്തൂറിൻ്റെ നമ്പർ ഉണ്ടോ? ഇവിടെ റൂം കാര്യമുണ്ടോ? ഇല്ല. അവരുടെ നമ്പർ കിട്ടുമോ? ഇവിടെ എന്താ റെന്റ് എന്നാവല്ലേ? അതെ. ഇവിടെയൊക്കെ എങ്ങനെ റെന്റ് കൊടുക്കുന്നത്? ഇവിടെ ഇപ്പൊ 2600. എത്ര റൂം ഉണ്ട് അപ്പോൾ ഇവിടെ? ഇവിടെ ഇപ്പൊ താഴെ ഇവിടെ ഇപ്പൊ അതായത് ഇതുവരെയാണ്, അപ്പുറത്തത് വേറെ ആൾക്കാരാണ്. ഇത് ഇവിടെ നിങ്ങളൊക്കെ എന്താ റെന്റ് കൊടുക്കുന്നല്ലേ? 2600 സ്റ്റുഡിയോ ആണത്. സ്റ്റുഡിയോ. പിന്നെ അതിൽ സേവ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണോ? നെറ്റും വെള്ളമൊക്കെ. നെറ്റ് 100 dirhams എക്സ്ട്രാ കൊടുക്കണം. അപ്പൊ 2600. അത്ര ചീപ്പാ അവിടെ? പക്ഷേ ടൗണിൽ നമ്മളവിടെ നല്ല റേറ്റ് ആണ്. ഞങ്ങൾ ബനിയാസിലാണ്. അവിടെ തന്നെ ഈ റേറ്റ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. 3 ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ കൂട്ടോന്നൊന്നും അറിയില്ല. നമ്മൾ ഈ റൂമിലേക്ക് പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ. അല്ലേ? ഇവിടെ റേഞ്ച് തന്നെയാണല്ലോ. അപ്പൊ 3 ഒക്കെ ഉണ്ട് അവിടെ. ഓരോ സ്ഥലത്ത് ഓരോ ഇതാ. ശരി. നാട്ടിലെവിടെയാണ്? കണ്ണൂര്. എന്നാ ശരി കേട്ടോ. റൂം ഞങ്ങൾ നല്ല നോക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കുറവുള്ള ഇത് ഡുബസിൽ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നതാണ്. ഇവിടുത്തെ റൂമൊക്കെ ആക്കുന്ന ആളെ നമ്പർ വേണമെങ്കിൽ തരാം. മക്കൾ ഇവിടെ സ്കൂളിലാ? ഇവിടെ ബനിയാസിലാണ്. ഞാൻ അങ്ങോട്ട് ചേഞ്ച് ആക്കണ വെച്ചിട്ടായിരുന്നു. പക്ഷെ ഇവിടെ ഫീസൊന്നും താങ്ങുന്നില്ല. ഒരാൾ ഓൺലൈൻ നമ്മള് റൂം നോക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങൾ ഇങ്ങനെ പോന്നണ്ട. അപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് പോവല്ലേ. അപ്പൊ അവള് പറയാ ഒരു യെല്ലോ കാറാ, നിങ്ങൾ താഴെ പോതാ. മിന്നു ഫിദ മിന്നു ഓർത്ത് തന്നല്ലേ? അല്ല, മനസ്സിലായില്ല. മിന്നു ഫിദ അല്ലല്ല, നമ്മള് വേറെ ആളെ ഓർപ്പിച്ചതാണ്. ഹസ്ബൻഡ് ജുനേഷ്. പ്രതീക്ഷിച്ചിരുന്ന ജുനേഷ് അല്ല. ആരാരെങ്കിലും തരാണ്ടോ? ഇല്ല. എന്റെ ഒരു ഫ്രണ്ട് ഒന്ന് താഴെ വാ, ഒരു ആള് ഹെന്നയും കൊണ്ട് വരുന്നുണ്ട് പറഞ്ഞായിരുന്നു. അതറിയില്ല. അവള് ഇടയ്ക്ക് ഇതേപോലെ ഓർഡർ ചെയ്തിട്ട് എന്റെ അടുത്ത് പറയാറുണ്ട് ഒന്ന് വാങ്ങി വെക്കുവോ. എന്നിട്ട് പിന്നെ നാട്ടിന്നോ? നാട്ടിന്ന് ആരും അറിയില്ല. ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിരുന്ന ഇതിങ്ങനൊക്കെ വീഡിയോ ആളിടക്ക് വീഡിയോ ഒക്കെ നോക്കണ്ടേ. ഞാൻ ഇപ്പൊ കാണും വെച്ചിട്ട് നിൽക്കാണ്. ആളിടക്കൊന്ന് സൂം ചെയ്യുമ്പോ ഇക്ക ഇടക്കൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഞാൻ അത് കണ്ടിക്കൂടോ ഗിഫ്റ്റ് ഉണ്ട്. അത് കണ്ടാൽ ചിലപ്പോ മനസ്സിലാവുണ്ടാവും അല്ലേ? അവിടെയാണ്. അയ്യോ, അപ്പൊ സർപ്രൈസ് ആവോ? ഇവിടെ വെളിച്ചത്തുനിന്നാണ്. അല്ലല്ല, ഉറപ്പിച്ച്. അല്ല, അത് നമുക്കറിയില്ല. നമ്മളെ പറഞ്ഞത് അവരൊന്നല്ല. അല്ല, എന്തായാലും ഗിഫ്റ്റ് കണ്ടാ മനസ്സിലാവും. എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയി. പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, എന്താണ് ഇപ്പൊ ആളറിയാത്ത ആളോട് പറയാനുള്ളത്? മനസ്സിലാവും എന്തായാലും. ആണോ? ഉറപ്പിച്ച്. ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പണിയൊപ്പിക്കുന്നു അറിയില്ല. മിന്നു അവര് മിന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളന്ന് കുറച്ച് മുന്നേ പുറത്ത് വരണ്ടേ? നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ അവിടെ. അതിന്റെ അടിയിൽ കൂടെ നോക്കുന്നത് ഞങ്ങള് കണ്ട്. കാരണം ആദ്യം ഞങ്ങള് കണ്ടില്ല. പിന്നെ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോ അങ്ങനെ നോക്കണം. അപ്പൊ വെല്ലെ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഞങ്ങള് കണ്ടു. ഞങ്ങള് നോക്കണത് ഞങ്ങള് കണ്ടു. അപ്പൊ നമ്മൾ അഭിനയം ഫലിച്ച് ശരിക്കും റൂം നോക്കാനാന്ന് വിചാരിച്ച്.
എന്തായാലും താങ്ക് യു സോ മച്ച്. മിന്നു ഞാൻ വിളിക്കാം. എന്നിട്ട് എന്താണ് മിന്നുനോട് പറയുള്ളത്? മിന്നു താങ്ക് യു സോ മച്ച്. ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കളറായി. കളറായി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നമ്മള് ബനിയാസിൽ തന്നെ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അവിടെ മറ്റേ ഇതിന്റെ ഒക്കെ മിസൈലിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് റൂം മാറുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ ശരി.